സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. യേശുവേ നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പാടിക്കേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ കർത്താവേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. ഈ സമയത്ത് നിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടുന്നു. നീ അത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവമേ, ഈ സമയം എൻ്റെ മേൽ അത്ഭുതകരമായി ഇടപെടണമേ. ഹന്നായുടെ കണ്ണുനീര് കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ ദൈവമേ, എൻ്റെ മേൽ ഇപ്പോൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഹെസക്കിയയുടെ പ്രാർത്ഥന കണ്ട് ഉത്തരം നൽകിയവനെ, ദാവീദിന്റെ കരച്ചിൽ ഉത്തരം നൽകിയവനെ, ഹാഗാറിന്റെ മരുഭൂമിയുടെ കരച്ചിൽ ഉത്തരം നൽകിയവനെ, ജോസഫിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയവനെ, ജോബിന്റെ കണ്ണുനീര് കണ്ട് അവന് നഷ്ടപ്പെട്ട് തിരികെ കൊടുത്തവനെ, എസ്രാ പ്രാർത്ഥിച്ചതുപോലെ, പത്രോസ് പ്രാർത്ഥിച്ചതുപോലെ, നായിമിന്റെ വിധവ പ്രാർത്ഥിച്ചതുപോലെ, ജായിറോസിന്റെ പ്രാർത്ഥന പോലെ ദൈവമേ ഞാനും പ്രാർത്ഥിക്കുന്നു. അങ്ങന്റെ കണ്ണുനീര് കണ്ട് അങ്ങനിൽ ഇടപെടണമേ. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവേ എനിക്ക് കൃപ വേണം. പ്രാർത്ഥിച്ചേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. എന്റെ യേശുവേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. എല്ലാവരും ഒന്ന് പാടിക്കേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അണയാനുള്ള വലിയ കൃപ ലഭിക്കട്ടെ. കരച്ചിലൊരു അപമാനമല്ല, നാണക്കേടല്ല, മറിച്ച് ദൈവസന്നിധിയിൽ കരയുന്നത് ഒരു അനുഗ്രഹമാണ്. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പ്രവചനം, സൂസന്ന എന്ന് പറയുന്നൊരു പെണ്ണ് ജീവിതത്തിൽ വലിയൊരു നാണക്കേടിലൂടെ കടന്നുപോയപ്പോൾ, കരഞ്ഞപ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അങ്ങോട്ടയച്ച് ആ അപമാന ഭാരത്തിൽ നിന്ന് അവളെ വിടുവിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും കരച്ചിലിന്റെ നടുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നു. കർത്താവ്, അത് ഞങ്ങൾ സംഭവിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ബൈബിൾ തുറക്കുന്നു. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെ ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഏതെങ്കിലും തരത്തിലുള്ള രോഗശാന്തി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹെസക്കിയായുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചുകൊള്ളുക. പലവിധ രോഗപീഠകളിൽ വിഷമിക്കുന്നവർ, മരണഭയത്തിൻ്റെ മുമ്പിൽ വിഷമിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കരയേണ്ട പ്രാർത്ഥന രീതിയാണ് ഹെസക്കിയ രാജാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനം നമുക്കത് വായിച്ചു കേൾക്കാം. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ ഏഷ്യ പ്രവാചകൻ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും.
സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹെസക്കിയ രാജാവ് എങ്ങനെ പ്രാർത്ഥിച്ചു? ജീവിതത്തിൽ മരണത്തെ തൊട്ടു മുമ്പിൽ കണ്ടുകൊണ്ട് വിലപിക്കുന്ന ഹെസക്കിയ അവൻ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി അവൻ കരയാനൊരു തീരുമാനമെടുത്തു. വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പോട്ട് വായിച്ചു പോക്കെ അടുത്ത വചനം വായിക്കാം. 5-ാം വചനം. 5-ാം വചനം തൊട്ട് വായിച്ചു. നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക. എന്താണ് അത്? കേട്ടോ കേട്ടോ, ശക്തമായൊരു വചനമാണ്. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. 6-ാമത്തെ വചനം കൂടെ വായിച്ചോ, തൊട്ടടുത്ത വചനം. നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. യെസ്, കണ്ടോ, ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ തൊട്ടു മുമ്പിൽ മരിക്കാൻ പോകുന്ന രോഗി എങ്ങനെ പ്രാർത്ഥിച്ചു? അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആരുടെ മുമ്പിൽ കരഞ്ഞു? ദൈവസന്നിധിയിൽ അവൻ കരയാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഹെസക്കിയ രാജാവ് ഇന്ന് ഒരു കൃത്യമായ പ്രാർത്ഥനാ ശൈലി പഠിപ്പിക്കുകയാണ്. നിനക്കിപ്പോൾ വേളാങ്കണ്ണിക്ക് പോകാനോ ലൂർദിലും ഫാത്തിമയിലും പോകാനോ മുട്ടുകുത്തി നീന്താനോ അല്ലെങ്കിൽ ചില പ്രാർത്ഥനാ ശൈലികൾ ചെയ്യാനോ ഒന്നും പറ്റണമെന്നില്ല. പക്ഷേ നിനക്ക് ചെയ്യാവുന്നൊരു കാര്യം വളരെ സിമ്പിൾ. എന്താണെന്നറിയാവോ? തമ്പുരാന്റെ മുമ്പിൽ കരയാനായിട്ടുള്ള തീരുമാനം, ദൈവസന്നിധിയിൽ കരയാനുള്ള തീരുമാനം. ഇതാ വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏറ്റുപറയണം. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. അല്പം കൂടെ ശക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. ആ വ്യക്തിക്ക് ഒരു കൃപ കിട്ടട്ടെ. ഒച്ചത്തിൽ പറഞ്ഞ്, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഈ വ്യക്തി കടന്നു പോകുന്ന രോഗപീഠകളുടെ നടുവിൽ കർത്താവ് ഒരു സൗഖ്യം നൽകട്ടെ. ഈശോയെ, ഈ വ്യക്തിയുടെ കണ്ണുനീര് കാണുന്ന ദൈവമേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഈ വ്യക്തിയുടെ ജീവിത വഴികളിൽ അങ്ങ് ഇടപെടണമേ. ഒരു പുതിയ സൗഖ്യത്തിന് കൃപ ഈ വ്യക്തിയിലേക്ക് ചൊരിയണമേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ വ്യക്തി വിശ്വസിക്കുക. ഈ പ്രാർത്ഥന, എൻ്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥന, കർത്താവ് ഇടപെടുന്ന പ്രാർത്ഥനയാണ്. ആ വ്യക്തിയുടെ ശിരസിൽ വലതുകരം വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, കണ്ണുനീര് കാണുന്നവരെ ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായൊരു ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഓ കർത്താവേ, ഞാനേറ്റം വലഞ്ഞിടുമ്പോ ആമേൻ. കണ്ണുനീർ വാർത്തവനെ ആമേൻ. കാര്യം നടത്തിത്തരും കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ താഴ്വരയിൽ ആമേൻ. ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തിത്തരും. ആ വ്യക്തിയുടെ ശിരസിലെ കരങ്ങൾ ഇങ്ങനെ വെച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ ഉണ്ടാവട്ടെ.
രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം. ഇതാ അത്ഭുത ശക്തി ഈ വ്യക്തിയിലേക്ക് കടന്നു വരട്ടെ. നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം നിന്നെ സുഖപ്പെടുത്തുന്നു. ദൈവം നിന്നെ സുഖപ്പെടുത്തുന്നു. വിശ്വസിക്കുക. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. കരച്ചില് വലിയ ശക്തമായൊരു പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു ശുശ്രൂഷയുണ്ടല്ലോ, നമ്മളത് വിശ്വസിക്കുകയാണ്. യെസ്, ഞാനിത് ഇങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, തമ്പുരാന്റെ മുമ്പിൽ കരയുന്ന സമയത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. സങ്കീർത്തനം എഴുതിയത് ആരാണ്? ദാവീദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ദൈവസ്നേഹം ഇത്രമേൽ അനുഭവിച്ചറിഞ്ഞൊരു മനുഷ്യൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ ദൈവസ്നേഹം ഇത്രമേൽ അനുഭവിച്ചറിഞ്ഞൊരു മനുഷ്യൻ? എന്നാൽ ഇത്രമേൽ കണ്ണുനീരിലൂടെ കടന്നുപോയ മറ്റൊരു വ്യക്തിയുണ്ടോ? സങ്കീർത്തന പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 6, 7, 8, 9 ദൈവവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 6, 6-ാം അധ്യായം. ഒന്ന് തുറന്നോളൂ, എന്നിട്ടൊന്ന് ഒച്ചത്തിലൊന്ന് വായിച്ചോളൂ. ഇതാ ദാവീദ് രാജാവിന്റെ കരച്ചിലിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 6-ാം ദൈവവചനം. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എന്റെ തലയണ കുതിർന്നു. അടുത്ത വചനം. കണ്ണീര് കൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണു മങ്ങുന്നു, ശത്രുക്കൾ നിമിത്തം. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാ ദാവീദ് രാജാവ് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. നിങ്ങൾ തളർന്നിട്ടുണ്ടോ? കരഞ്ഞ് ഉണ്ടല്ലോ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു. സത്യമല്ലേ? ചില രാത്രികാലങ്ങളുടെ നമ്മുടെ കരച്ചില് തലയണ കുതിർത്തിട്ടുണ്ടെന്ന് പുറത്തൊരു മനുഷ്യനെ പോലും മനസ്സിലാക്കാൻ പറ്റാതെ അത്രമേൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. സങ്കീർത്തകനായ ദാവീദ് ഈ ശുശ്രൂഷ അവസരത്തിൽ നിന്നെ പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞ ഓരോ വഴികളിലും കർത്താവ് നിനക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കിയിട്ടുണ്ട്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നീ ചെയ്യേണ്ട കാര്യം എന്തുവാ? നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നീ എന്ത് ചെയ്യണമെന്ന്? കരയണം. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. സങ്കടങ്ങളുടെ മുമ്പിൽ നീ ചെയ്യേണ്ട കാര്യം, നീ കരയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് രാജാവിനെ കുറിച്ച് വചനം പറയുന്നു, ഈ ദാവീദ് രാജാവ് ജീവിതത്തിലെ സങ്കടങ്ങളുടെ മധ്യത്തിൽ ആ സങ്കടങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം തപ്പി നടന്ന് തന്നെ വേദനിപ്പിക്കുന്നവരെ ആക്രമിക്കാൻ, തന്നെ കുറിച്ചില്ലാ കഥകൾ പറയുന്നവർക്കെതിരെ ഫേസ്ബുക്കിൽ കുത്തിയിരുന്ന് കുറിക്കാൻ അയാൾ പോയോ? പോയില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? നമ്മൾ ചില കാര്യങ്ങളുടെ പേരിൽ സങ്കടപ്പെടുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്, എന്നെ ആരൊക്കെയാണ് കുറ്റം പറഞ്ഞത്, അവന്മാരുടെ കുറ്റങ്ങൾ കണ്ടെത്തി നമ്മൾ എന്നിട്ടൊന്ന് പെരുപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്നിട്ട് നമ്മൾ ആരോ ആണെന്ന് തെളിയിക്കാൻ നമ്മൾ ശ്രമിക്കും. ദാവീദ് രാജാവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നീ ആരെയും കുറ്റപ്പെടുത്തണ്ട, കാരണമൊന്നും അന്വേഷിച്ച് പോകണ്ട, മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. അങ്ങനെ കരഞ്ഞത് കൊണ്ടാണ് സങ്കീർത്തനം 56:8 ദാവീദ് പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയാ. കണ്ണടച്ചേ. നിന്റെ ജീവിതത്തിൽ നീ പല അനുഭവങ്ങളിലും ഇതുപോലെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലർ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത പ്രവർത്തിക്ക് നിങ്ങളെ കുറ്റം വിധിച്ച്, തെറ്റിദ്ധാരണയുടെ പേരിൽ പോലും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി നിങ്ങളെ കരയിപ്പിക്കുന്നുണ്ടോ? ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത്
ഇതാ ഞാനൊരു തീരുമാനമെടുക്കുന്നു. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കർത്താവേ, ഇതാ എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ഞാൻ പഴിചാരുന്നില്ല. ദൈവമേ, എൻ്റെ കണ്ണീർ കണം അങ്ങയുടെ കൈകളിലേക്ക് ചേർത്ത് വെക്കുന്നു. നിവർന്നിരുന്ന് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളുടെ മുമ്പിലും ആ കരച്ചില് ഒരു പ്രാർത്ഥനയാക്കി ദൈവസന്നിധിയിൽ ഉയർത്തുക. ആ ചേർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവേ, ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ കടന്നു പോകുന്ന അപവാദങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ ഞാൻ എന്തോരം മറ്റുള്ളവരെ സഹായിച്ചു, എനിക്ക് തിരിച്ചു കിട്ടിയത് മുഴുവൻ നഷ്ടങ്ങളും കണ്ണുനീരും മാത്രമാണ്. കർത്താവേ, ഈ അനുഭവങ്ങളെല്ലാം ഇതാ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ആ കരങ്ങൾ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ദാവീദ് രാജാവിനെ പോലെ ഒന്ന് സ്തുതിച്ചേ. എൻ്റെ ദൈവമേ, എൻ്റെ കരച്ചിലിന് അർത്ഥം നൽകുന്ന ദൈവമേ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഞാനിതാ സമർപ്പിക്കുന്നു. അങ്ങ് ഇടപെടണമേ. കൈകൾ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പാനപാത്രത്തിന്നാരൊപ്പം കുടിക്കും യേശുവേ, പാവന സ്നേഹമേ, മനമിഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയും ഒപ്പം. യേശുവേ, ആരാധന മാത്രമാശ്വാസം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് വിശ്വസിക്കണം. ഈ ഭൂമിയിൽ നിന്റെ സങ്കടങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന ഏക ഇടം അത് ദൈവസന്നിധിയിലാണ്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പലതും പറയും. നിന്റെ സ്വസ്ഥത പലരും നശിപ്പിക്കാൻ വരും. എന്നാൽ ഒരു കാരണവശാലും നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ നീ ചെയ്യേണ്ട പ്രവൃത്തി ദാവീദ് രാജാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ സങ്കടങ്ങളെല്ലാം ഒരു പ്രാർത്ഥനയാക്കി ദൈവസന്നിധിയിൽ അർപ്പിക്കുക. ഓ കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഉച്ചത്തിൽ പറയുന്നു, ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. നമ്മൾ പ്രാർത്ഥിച്ചത് ഈ അൾത്താരയിൽ നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. ഈശോയെ, കണ്ണുനീരോട് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണുനീരിന് ഉത്തരമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഈ ആരാധന സമയം കണ്ണുനീരോട് ഞങ്ങളായിരിക്കുന്നു. കർത്താവേ, എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പി ഒരുമയോടെ ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം.
യേശുവേ അടിയനിതാ ഒരുമിച്ച് പാടാം. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, യേശുവേ അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവെടുത്ത് മാറ്റട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളുടെ മേല് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഈ അൾത്താരയിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഇന്ന് കടന്നു പോകുന്ന ഏതൊരവസ്ഥയ്ക്കും ഈ പരിശുദ്ധ അൾത്താര പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം ഉത്തരമുണ്ട് എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിക്കും ഉത്തരമുണ്ട്. നീ ഇന്ന് കടന്നു പോകുന്ന ഏതൊരു കണ്ണുനീരിനും ഉത്തരമുണ്ട്. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, എൻ്റെ പ്രതിസന്ധിക്ക് ഉത്തരമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയ്ക്ക് ഉത്തരമുണ്ട്. ദർ ഈസ് ആൻസർ ഫോർ ഓൾ ദ പ്രോബ്ലംസ്. ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഇല്ല എൻ്റെ ജീവിതത്തിൽ മാത്രം ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നശിച്ചവനാണ്, നശിച്ചവളാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയാണ്, എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെയായിപ്പോയി, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന അവസ്ഥകളൊക്കെ ഇങ്ങനെയാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ ഇന്നായിരിക്കുന്ന അവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നിന്നോട് ഇന്ന് വിശുദ്ധ ഗ്രന്ഥം ഈ പരിശുദ്ധ അൾത്താര പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. ദൈവസന്നിധിയിൽ കരയാൻ നീ തീരുമാനമെടുത്താൽ നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം ചെയ്യും. നാട്ടുകാരുടെ മുമ്പിലല്ല, വീട്ടുകാരുടെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലുമല്ല, മറിച്ച് കരയേണ്ടവൻ്റെ മുമ്പിൽ കരയാനുള്ളൊരു തീരുമാനം. കർത്താവേ, എൻ്റെ അനുദിന ജീവിതത്തിലെ പല പ്രതിസന്ധികളുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിക്കുന്നു. കർത്താവേ, അങ്ങ് എന്നിൽ ഇടപെടണം. കർത്താവേ, അങ്ങ് എന്നിൽ ഇടപെടണം. അത്ഭുതകരമായ കർത്താവേ, അങ്ങ് എന്നിൽ ഇടപെടണം. കർത്താവേ, ഹാഗാർ പ്രാർത്ഥിച്ചതുപോലെ മരുഭൂമിയുടെ ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഹന്നാമ പ്രാർത്ഥിച്ചതുപോലെ ജീവിതത്തിലൊരു അപമാന ഭാരത്തിൻ്റെ നടുവിലാണ് ദൈവമേ ഞാനും പ്രാർത്ഥിക്കുന്നത്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എന്തെല്ലാം മറ്റുള്ളവർക്ക് സഹായം ചെയ്തിട്ടും തിരിച്ചു കിട്ടിയത് മുഴുവൻ ദുഃഖവും കണ്ണുനീരും മാത്രമാണ്. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.